ഒരു സംഖ്യയിൽ നിന്നും 40 കുറച്ചപ്പോൾ ആ സംഖ്യ 80% കുറഞ്ഞു എങ്കിൽ ആ സംഖ്യയുടെ 4/3 ഭാഗം എത്ര? എടാ, അപ്പോൾ ഒരു സംഖ്യയിൽ നിന്നും 40 കുറച്ചപ്പോൾ സംഖ്യ 80% കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്. എടാ, ഒരു സംഖ്യ നമ്മളെപ്പോൾ 100% എടുക്കുന്നത്. 100% ഒരു സംഖ്യ എന്ന് പറയുന്നത്. ഈ സംഖ്യയിൽ നിന്നും 40 കുറച്ചപ്പോൾ ആ സംഖ്യ 80% കുറഞ്ഞു. എടാ, 100%ഉള്ള ഒരു സംഖ്യ 80% കുറയണമെങ്കിൽ, 80% ആവണമെങ്കിൽ അവിടുത്തെ വ്യത്യാസം എന്തായിരിക്കും? 100 - 80 20% ആയിരിക്കത്തില്ലേ? 20% ഇവിടുത്തെ വ്യത്യാസം. ഒരു സംഖ്യയിൽ നിന്നും 40 കുറച്ചപ്പോഴല്ലേ ആ സംഖ്യ 80 ആയത്. അതായത് ഇവിടുത്തെ 20% വ്യത്യാസമാണ് 40 എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇവിടെ 20% എന്തെന്ന് പറയുന്നത് 40 എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു സംഖ്യ എപ്പോഴും 100%ലായിരിക്കും എടുക്കുന്നത്. ആ 100%ൽ നിന്നും 40 കുറച്ചപ്പോൾ ആ സംഖ്യ 80% ആയി. അതായത് അവിടെ 20% വ്യത്യാസം ഉണ്ടായി. ആ 20%ആണ് ഇവിടുത്തെ 40 എന്ന് പറയുന്നത്. ഇവിടെ 20% നമുക്കിവിടെ 40 എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സംഖ്യ കണ്ടുപിടിച്ചൂടെ? സംഖ്യ 100% അല്ലേ? അപ്പോൾ 100% കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ക്രോസ് ചെയ്താൽ പോരെ? ക്രോസ് ചെയ്യുമ്പോൾ 100 ഗുണം 40 ഡിവൈഡഡ് ബൈ 20. 20 40 വെട്ടുന്നു 2 ഈക്വൽ ടു 100 ഗുണം 2 എത്രയാണ്? 200. നമുക്ക് സംഖ്യ 200 എന്ന് കിട്ടി. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? സംഖ്യയുടെ 4/3 ഭാഗം എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിനായിട്ട് എന്ത് ചെയ്താൽ മതി? 200 ഗുണം 3/4 ഈക്വൽ ടു 4ഉം 20ഉം വെട്ടാം 5, ബാക്കി എത്രയുണ്ട്? 50 ഗുണം 3 എത്രയാണ്? 150 ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ സി.